ഹലോ ഫ്രണ്ട്സ്, ജൂലൈ 21 ചാന്ദ്രദിനം. UP തലം ക്വിസിന് ആവശ്യമായ ചോദ്യങ്ങളുമായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആകാശ നീലിമയുടെ പ്രതിഫലനമല്ല കടലിൻ്റെ നീലിമ എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. പേരെഴുതുക. CV രാമൻ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ആൻസ് ലിപ്പർഷെയർ. സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി? ആകാശഗംഗ ക്ഷീരപഥം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? പ്രകാശവർഷം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ? K. രാധാകൃഷ്ണൻ. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാവാൻ കാരണം? ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് കറുത്തവാവ് ദിനങ്ങളിലാണ്. ശരിയോ തെറ്റോ? തെറ്റ്. വെളുത്തവാവ് ദിനങ്ങളിൽ. എവിടെ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. അപ്പോളോ അമേരിക്ക, ലൂണ സോവിയറ്റ് യൂണിയൻ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം? ലൂണാർ റോവർ 1971. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ചാൾസ് ഡ്യൂക്ക്. ലൈക്കയെ ബഹിരാകാശത്തേക്ക് അയച്ച പേടകം? സ്പുട്നിക് 2. യൂറി ഗഗാരിൻ ബഹിരാകാശത്തെത്തിയ പേടകം? വോസ്റ്റോക്ക് 1. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം? ചാങ് 3. നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? കേപ്പ് കാനവറൽ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. ഈ വാഹനത്തിൻ്റെ പേരെന്ത്? ലൂണോ ഗോത്ത് 1. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? AS കിരൺ കുമാർ.